Welcome to our channel Aurum Learning World. Today we give classes for 9th standard students. We are discussing chemistry class today. ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സസ് ആണ് ഇന്ന് നൽകുന്നത്. നമ്മുടെ ക്ലാസ് SCRT സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ്. നിങ്ങൾക്ക് കിട്ടിയ ഓൺലൈൻ ക്ലാസ്സിൻ്റെ തന്നെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ നൽകുന്നത്. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ഈ സ്ലൈഡ്സൊക്കെ നോട്ട്സായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. ദ നെയിം ഓഫ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഈസ് സ്ട്രക്ചർ ഓഫ് ആറ്റം. Variety of materials are there in our surroundings like water, stone, sky, forest, etc. etc. അപ്പം നമുക്കറിയാം നമ്മുടെ ചുറ്റിലും നമ്മുടെ നേച്ചറിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ മെറ്റീരിയൽസൊക്കെ ഏതൊക്കെ സ്റ്റേറ്റിലാണ് നിലനിൽക്കുന്നത്? സബ്സ്റ്റൻസ് ആർ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഇൻ അവർ നേച്ചർ ലൈക്ക് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എക്സെട്ര എക്സെട്ര. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റോൺസ് സോളിഡ് സ്റ്റേറ്റിലാണുള്ളത്, വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലാണുള്ളത്, അതുപോലെ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലുള്ള സബ്സ്റ്റൻസസ് ആണ് നമ്മുടെ സറൗണ്ടിങ്സിലുള്ളതെന്ന് പറയാം. വി ക്യാൻ മേക്ക് ന്യൂ മെറ്റീരിയൽസ് അക്കോർഡിംഗ് ടു അവർ നീഡ്സ്. അക്കോർഡിംഗ് ടു അവർ നീഡ്സ് വി ക്യാൻ മേക്ക് ന്യൂ മെറ്റീരിയൽസ്. We know that all the substances in our surroundings are made up of extremely small particles called molecules. അപ്പോൾ molecules എന്ന് പറഞ്ഞാൽ എന്താണ് moleculesൻ്റെ ഡെഫിനിഷൻ? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് മോളിക്യൂൾ? വാട്ട് ഈസ് മോളിക്യൂൾ? നിങ്ങൾ കഴിഞ്ഞ വർഷം 8th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, മോളിക്യൂളിൻ്റെ ഡെഫിനേഷനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്, നമുക്കൊരു ചെറിയ ഡെഫിനിഷൻ പറയാം. Substances are made up of extremely small particles called molecules. Substances are made up of extremely small particles called molecules. We have already learned that molecules can be subdivided into minute particles and these are called atoms. That means molecules of all substances are made up of extremely small particles called atoms. അപ്പോൾ മോളിക്യൂൾസിനെ സബ്ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ആറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡാൾട്ടൺസ് അറ്റോമിക് തിയറിനെ കുറിച്ചിട്ടാണ്. Dalton proposed atomic theory for the study of atoms and for finding how matter has been formed. Dalton proposed atomic theory for the study of atoms and for finding how matter has been formed. The world of science couldn't put forward sufficient observations, results or inferences for denying this theory scientifically. ഈ തിയറി സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല. ദ വ്യൂസ് പുട്ട് ഫോർവേഡ് ബൈ ജോൺ ഡാൾട്ടൺ were based on only based on logical thinking. ലോജിക്കൽ തിങ്കിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഡാൾട്ടൻ്റെ കുറച്ച് വ്യൂസാണ് നമ്മൾ ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയിൽ പഠിക്കുന്നത്. These were not supported by any experimental observations or scientific evidences. Yet this theory could logically explain the basic ideas regarding the formation of substances and its characteristics. Hence, this theory existed for many years. ഒരു സയൻറ്റിഫിക് ഒബ്സർവേഷൻ്റെയോ എക്സ്പെരിമെൻറ്റിൻ്റെയോ ഒന്നും ബേസ് ചെയ്തിട്ടല്ല ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി പറഞ്ഞിട്ടുള്ളത്. ഓൺലി ബേസ്ഡ് ഓൺ ലോജിക്കൽ തിങ്കിങ് ആണ്. എന്നിരുന്നാൽ കൂടി മെനി ഇയേഴ്സ്, ഒരുപാട് വർഷങ്ങൾ ശാസ്ത്രലോകത്ത് ഒരുപാട് സ്വീകാര്യത ലഭിച്ച ഒരു അറ്റോമിക് തിയറി ആയിരുന്നു ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി എന്ന് പറയുന്നത്. അപ്പം ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയുടെ മെയിൻ പോസ്റ്റ്ലേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ മെയിൻ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ദിസ് തിയറി ആർ:
ഫസ്റ്റ് വൺ ഈസ് മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. സെക്കൻഡ് വൺ, ആറ്റംസ് കനോട്ട് ബി ഡിവൈഡഡ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻസ്. ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്. ഒരു കെമിക്കൽ റിയാക്ഷൻസിൽ ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാനോ അതുപോലെ ആറ്റം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. തേർഡ് പോയിന്റ്, ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ്സ് ആർ ഐഡൻറ്റിക്കൽ ഇൻ പ്രോപ്പർട്ടീസ്, സൈസ് ആൻഡ് മാസ്. ഫോർത്ത് വൺ, ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഡിഫർ ഇൻ ദെയർ പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. അതായത് ഒരു സെയിം ആറ്റത്തിൻ്റെ സെയിം എലമെൻറ്റിന് തന്നെ ആറ്റം എന്ന് പറയുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കാം നമുക്ക്. ഓക്സിജൻ, O2. ഓക്സിജനിൽ 2 ആറ്റമാണുള്ളത് ഓക്സിജൻ്റെ. അപ്പോൾ അതിൻ്റെ സൈസും മാസും പ്രോപ്പർട്ടീസൊക്കെ സെയിം ആയിരിക്കും. ഇപ്പോൾ ഓക്സിജനോ നൈട്രജനോ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ഓക്സിജൻ ആറ്റവും നൈട്രജൻ ആറ്റവും തമ്മിലുള്ള പ്രോപ്പർട്ടീസും സൈസും മാസും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് തേർഡും ഫോർത്തും പോയിന്റും പറയുന്നത്. ഫിഫ്ത്ത് പോയിന്റ്, ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻസ്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആറ്റം ആയിരിക്കും. നെക്സ്റ്റ് വൺ, കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് 2 or more elements combined in a simple ratio. ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് 2 or അതിലധികമോ എലമെൻറ്റ്സ് ഒരു സിമ്പിൾ റേഷ്യോയിലൂടെ കമ്പൈൻ ചെയ്തിട്ടാണ്. ആ കമ്പൈൻ ചെയ്യുന്ന എലമെൻറ്റ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ റേഷ്യോ ആയിരിക്കും. നമുക്ക് നോക്കാം. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടാണ് വാട്ടർ മോളിക്യൂൾ ഉണ്ടാകുന്നത്. അപ്പോൾ 2 ഹൈഡ്രജൻ മോളിക്യൂൾ, 2 ഹൈഡ്രജൻ മോളിക്യൂൾ കമ്പൈൻഡ് വിത്ത് 1 ഓക്സിജൻ മോളിക്യൂൾ ടു ഗീവ്സ് 2 വാട്ടർ മോളിക്യൂൾ. അപ്പം ദ റേഷ്യോ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഈസ് 2:1. 2:1 എന്നുള്ള റേഷ്യോയിലാണ് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയുടെ മെയിൻ പോസ്റ്റുലേറ്റ്സ്. Even when the atomic theory existed, studies on matter and inquiries on the possibilities of dividing atom had been continuing. നമ്മുടെ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി നിലനിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആറ്റത്തെ വിഭജിക്കാൻ കഴിയുമോ, ആറ്റത്തെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ആറ്റത്തെക്കാൾ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെ ഇൻവെൻഷൻസ് നടന്നുകൊണ്ടേയിരുന്നു. The observation and results of numerous experiments conducted by scientists have contradictory to that of atomic theory. അതായത് ഒരുപാട് എക്സ്പെരിമെൻറ്റ്സും റിസൾട്ട്സും സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ച ഒരുപാട് എക്സ്പെരിമെൻറ്റ്സും റിസൾട്ട്സും ഒക്കെ നമ്മുടെ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിക്ക് വിരുദ്ധമായിട്ടുള്ളവയായിരുന്നു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ ആറ്റത്തിനേക്കാളും ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടോ? ഇസ് ഇറ്റ് പോസിബിൾ ടു ഹാവ് പാർട്ടിക്കിൾസ് സ്മോളർ ദാൻ ആറ്റം? ഈസ് പോസിബിൾ ടു ഡിവൈഡ് ആൻ ആറ്റം? അപ്പം ഈ ക്വസ്റ്റിനൊക്കെയുള്ള ആൻസറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് പറയാം നമുക്ക്. ടേക്ക് എൻ ഇൻഫ്ലാറ്റഡ് ബലൂൺ, റബ് ഇറ്റ് ഓൺ എ ഡ്രൈ ഹെയർ സം ടൈം, നൗ പ്ലേസ് ഇറ്റ് ഓൺ ദ സർഫസ് ഓഫ് എ വാൾ ആൻഡ് വിത്ഡ്രോ യുവർ ഹാൻഡ്. വാട്ട് ഡു യു ഒബ്സർവ്? ടേക്ക് എൻ ഇൻഫ്ലാറ്റഡ് ബലൂൺ, റബ് ഇറ്റ് ഓൺ ഡ്രൈ ഹെയർ സം ടൈം. ഒരു വീർപ്പിച്ച ബലൂൺ എടുത്തിട്ട് നമ്മൾ ഡ്രൈ ഹെയറിൽ റബ്ബ് ചെയ്യുന്നു. നൗ പ്ലേസ് ഇറ്റ് ഓൺ ദ സർഫസ് ഓഫ് എ വാൾ. ഒരു ഭിത്തി, സർഫസ് ഓഫ് എ വാൾ, വാളിൻ്റെ സർഫസിൽ നമ്മൾ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? നമ്മുടെ ക്ലാസ്സിൽ ടീച്ചർ ആ ഒരു എക്സ്പെരിമെൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾ ഒബ്സർവ് ചെയ്തത്? എന്താണ്? വി ക്യാൻ സീ ദ ബലൂൺ അട്രാക്റ്റഡ് ബൈ ദ സർഫസ് ഓഫ് ദ വാൾ, സോ ഇറ്റ് സ്റ്റിക്സ് ഓൺ ദ വാൾ. നമുക്ക് ആ ബലൂണ് വാളിൽ സ്റ്റിക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കെന്താണ് മനസ്സിലാവുന്നത്? ദ ബലൂൺ അട്രാക്റ്റഡ് ബൈ ദ സർഫസ് ഓഫ് ദ വാൾ. ആ ബലൂണിനെ ബോൾ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻഫറൻസ് എന്തായിരിക്കും? മെറ്റീരിയൽസ് അക്വയർ ഇലക്ട്രിക് ചാർജ് ബൈ റബ്ബിങ്. അപ്പോൾ നമ്മൾ റബ്ബ് ചെയ്യുമ്പം മെറ്റീരിയൽസിന് ഇലക്ട്രിക് ചാർജ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ഫിസിക്സിൽ. അതിൽ പറയുന്നുണ്ട് റബ്ബ് ചെയ്യുമ്പം മെറ്റീരിയൽസിന് എങ്ങനെയാണ് ഇലക്ട്രിക് ചാർജ് ലഭിക്കുന്നതാണ്. അപ്പം റബ്ബ് ചെയ്യുമ്പം മെറ്റീരിയൽസിന് ഇലക്ട്രിക് ചാർജ് ലഭിക്കുന്നു. എന്തിനാണ് ഇവിടെ പറഞ്ഞത്? നമ്മളെന്താണ് ക്വസ്റ്റ്യൻസ്? ഇസ് ഇറ്റ്
പോസിബിൾ ടു ഹാവ് പാർട്ടിക്കിൾസ് സ്മോളർ ദാൻ ആറ്റം. അപ്പോൾ ആറ്റത്തിൽ നമുക്ക് ചാർജുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഓൾസോ സിറ്റുവേറ്റഡ് ഇൻസൈഡ് ദ ആറ്റം. അപ്പം ഒരു ആറ്റത്തിൻ്റെ അകത്ത് ചാർജുള്ള പാർട്ടിക്കിളും കൂടി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ചാപ്റ്ററിൽ നെക്സ്റ്റ് പോർഷൻസിൽ പറയുന്നത് ഈ ചാർജ്ഡ് പാർട്ടിക്കിളിനെ കുറിച്ചും ആറ്റത്തിനെ നമുക്ക് വിഭജിക്കാൻ, അതായത് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഈ പോർഷനിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ജോൺ ഡാൾട്ടനെ കുറിച്ച് കൂടുതൽ എഴുതണം എന്നുണ്ടെങ്കിൽ, നോട്ട്ബുക്കിൽ എഴുതണമെന്നുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസ് യൂസ് ചെയ്യാം. ജോൺ ഡാൾട്ടൺ വാസ് എൻ ഇംഗ്ലീഷ് കെമിസ്റ്റ്, ഫിസിസ്റ്റ് ആൻഡ് മെറ്റീരിയോളജിസ്റ്റ്. അപ്പോൾ ജോൺ ഡാൾട്ടൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഹീ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഇൻട്രൊഡ്യൂസിങ് ദി അറ്റോമിക് തിയറി ഇൻ ടു കെമിസ്ട്രി. അപ്പോൾ കെമിസ്ട്രിയിൽ അറ്റോമിക് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജോൺ ഡാൾട്ടൺ ആണ്. ദ ഫാദർ ഓഫ് അറ്റോമിക് തിയറി എന്നാണ് ജോൺ ഡാൾട്ടനെ അറിയപ്പെടുന്നത്. ഹിസ് റിസർച്ച് ഇൻ ടു കളർ ബ്ലൈൻഡ്നെസ് സംടൈംസ് റെഫേർഡ് ടു ആസ് ഡാൾട്ടണിസം ഇൻ ഹിസ് ഓണർ. അതായത് ഡാൾട്ടണ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് നടത്തിയതുകൊണ്ട് ഈ അസുഖത്തിന് ഡാൾട്ടണിസം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. കളർ ബ്ലൈൻഡ്നെസ്സിനെ ഡാൾട്ടണിസം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. Dalton was the first scientist to use the term atom for the smallest particle of matter. ആറ്റം എന്നുള്ള ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത് ഡാൾട്ടൺ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ ഡേറ്റ ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എനിക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്തെടുക്കാം. അപ്പം അടുത്ത വീഡിയോന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അപ്കമിങ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.